ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് അറിയാമോ? മൾബറിയാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ലൈവിൽ നിന്ന് ഒരാൾ പറഞ്ഞെന്നാണ്, നമ്മുടെ തീർത്ഥക്കുട്ടൻ പറഞ്ഞെന്നാണ് ഇത് മൾബറി ആണ് എന്ന്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് മൾബറി ആണെന്ന്. പക്ഷേ എനിക്ക് കഴിക്കാവുന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ വിഷമാണെന്നാണ്. ഓക്കെ, അതൊരു പുളിരസമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഗാർഡനിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ റോസ് എല്ലാം പൂവൊക്കെ വന്ന് നിന്നിട്ട് അതെല്ലാം ഉണങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ, പൂ വന്ന ഞെട്ട്. അപ്പോൾ അടുത്ത തളിര് വരുന്നതിന് മുമ്പ് വെട്ടിക്കൊടുക്കാൻ പറ്റിയില്ല, പലതിനും തളിര് വന്നു കേട്ടോ. തളിര് വന്നു കഴിഞ്ഞാൽ അത് വെട്ടിക്കളയുന്ന സങ്കടമാണ്. അതുകൊണ്ട് അതിന് തളിര് വന്നതൊക്കെ ഞാൻ അവിടെ നിർത്തി. അല്ലെങ്കിൽ പിന്നെ അതിനെ വെട്ടിക്കളയുന്ന സങ്കടം, അത് മൊട്ടുണ്ടാവുമല്ലോ. അതിന് അടുത്ത പ്രാവശ്യം വെട്ടി ക്രോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, നിറയെ 4 മണി, ഇത് വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ എടുത്തതുകൊണ്ട്. ഇത് രാവിലെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എല്ലാം വാടി നിൽക്കുവാണ് ഇപ്പോൾ രാവിലെ ആകുമ്പോൾ. വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ എല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, നിറയുണ്ട് കേട്ടോ. പക്ഷെ പുല്ല് മഴ വന്നപ്പോൾ നല്ലോണം പുല്ല് പിടിച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ മാറ്റണം. ഇത് നമ്മുടെ എനിക്കിഷ്ടപ്പെട്ട പിങ്ക് കളറിലുള്ള അരിപ്പൂവ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. അത് അരിപ്പൂവ് ദാ അവിടെ ഉണ്ട്, അത് കാണിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോഴേ ഇതെല്ലാം ആദ്യം ക്രോപ്പ് ചെയ്ത് വിടട്ടെ. ഇതിപ്പോൾ ക്രോപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് മുകളിലായി പോകും കേട്ടോ. പൊന്നും അവിടെ കുറച്ച് ഓലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഓല വാച്ച് ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ. ഓല വാച്ച് ഉണ്ടാക്കി കൊടുക്കണം, ഓല കൊണ്ട് പഴുതാര ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ബഹളം വെച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഞാൻ അതൊന്ന് വെട്ടിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയിരിക്കുവാണ്. കാണിക്കുന്നില്ല ഞാൻ കുഞ്ഞിനെ, പിന്നെ കമൻറ്റ് ബോക്സ് ഓഫായി പോകും, അതാണ്. ഓക്കേ, അതാ അങ്ങനെ ഈ പുല്ല് വെട്ടിക്കളയുന്നൊരു ടാസ്ക്കാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ എനിക്ക് ചെയ്യാം. പുല്ല് വൃത്തിയാക്കലൊരു ഭയങ്കര പണിയാണ്. അതും നമ്മുടെ കോസ്മോസിൻ്റെ തയ്യൊക്കെ കിളുത്ത് നിൽക്കുന്നുണ്ട്. കോസ്മോസ്, അതിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ചുറ്റുമുള്ള പുല്ലുകൾ വേണം കളയാൻ. അത് താഴെ ഇരുന്നുകൊണ്ട് ഭദ്രമായിട്ട് ചെയ്യണം. ചേട്ടനാണെങ്കിൽ പുല്ല് കൊത്തി കളഞ്ഞാൽ അത് മൊത്തത്തേടെ അങ്ങോട്ട് വലിച്ച് കളയും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ നിൽക്കട്ടെ, അത്രയും ഭാഗം അവിടെ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ കളഞ്ഞോളാം. കഴിഞ്ഞ ദിവസം ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറേ പുല്ല് ചെത്തി കളഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പോയി കേട്ടോ. അവിടെ നിന്നിരുന്ന നമ്മുടെ വാടാമല്ലിയുടെ തൈ എല്ലാം കൂടി ഒന്നിച്ച് പറിച്ച് കളഞ്ഞു. വാടാമല്ലിയൊക്കെ പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, ഞാനത് ഇവിടെ നിന്നെങ്ങാണ്ട് ട്രെയിനിലൊക്കെ ഒരു ദിവസം പോയപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്തോ ഒരു വിത്തെടുത്തുകൊണ്ട് വന്നിട്ട് കിളിപ്പിച്ചതാണ് ആ വാടാമുല്ല. അങ്ങനെ ഞാൻ യാത്ര പോകുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കൊണ്ടുവരും കേട്ടോ. ഇതാണ് അരിപ്പൂവ്. ഇത് വലിയ യാത്ര കഴിഞ്ഞ് വന്ന ഒരു ചെടിയാണ് കേട്ടോ. ചേർത്തല, എൻ്റെ വീട്ടിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വന്ന ചെടിയാണ്. അവിടെ കാട്ടിൽ നിന്ന ചെടി ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ അവിടെ കാണാൻ. ഇതെല്ലാവരുടെയൊക്കെ വീടുകളിലൊക്കെ കാണും. ചെടി നല്ല ഭംഗിയല്ലേ ഫ്രണ്ട്സ് കാണാൻ. ചെടിച്ചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് ചെത്തിപ്പൂക്കളുണ്ട് നമ്മുടെ വീട്ടിൽ, ചെത്തി. പിന്നെ ഇവനെയും കൂടി കാണിക്കാനുണ്ട്. പൂവിട്ട് കേട്ടോ. ചെറിയ ബഞ്ചാണെങ്കിലും ഒരു പൂവുണ്ടാകുന്നത് നമുക്കൊരു സന്തോഷമല്ലേ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.